നിനക്കെന്ത് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ഇത്ര പാടാകും? ഒരിക്കലും അറിയത്തില്ല. അപ്പോഴും എന്റെ വിചാരം എന്തോ പാവം എന്റെ കുഞ്ഞ് എന്റെ പാട്ട് കേട്ട് ഉറങ്ങിപ്പോയി. വെറുതെ അതെനിക്ക് പാട്ട് പാടിത്തരും. എനിക്ക് ഈ പാട്ട് കേട്ട ഉറക്കം വരത്തില്ല. ഞാൻ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോഴും ഗായ്സ് ആലോചിക്കണം, ഞാൻ അവിടെ ഇരുന്ന് തൊണ്ട കയറി പാടുന്നു, ഇവളോടെ ഫോൺ മാറ്റി വെച്ചേക്കുന്നു. ഉറങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അന്ന് എന്റെ ഇടയ്ക്ക് അവക്ക് പാട്ട് കേട്ട് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ എന്തോ അപ്പൊ വിഷമാകത്തില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് പക്ഷെ ഞാൻ തന്നെ ഇത് പറഞ്ഞു. അപ്പോ നമ്മൾ ഇന്ന് ഒരു Q&A സെക്ഷൻ ആണ് നടത്താൻ പോകുന്നത്. നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ചോദിച്ചിട്ടുണ്ട്. കുറെ പേര് അല്ലെങ്കിൽ കുറെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും വിചാരിച്ചു എന്നാ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇട്ട് നോക്കാം, എന്തൊക്കെ അറിയണ്ടേന്നൊക്കെ നമുക്കറിയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് കുറെ ക്വസ്റ്റ്യൻസിനകത്തൊന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എടുത്തേക്കുന്നത്. ഇത് സമയം രാത്രിയാണ്. സ്ലീപ്പിംഗ് ചലഞ്ച് ചെയ്യേണ്ട സമയമാണ്. കണ്ണു കടച്ചു പോകുന്നുണ്ട്. 12 മണിയായി. ഇത് താമസിച്ചു. കാര്യം എനിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് മഴവില്ലി പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് വന്നതേ ഉള്ളൂ. രാവിലെ വന്നിട്ട് ഇതേപോലെ വൈകുന്നേരം ആയി എടുത്തു വന്നപ്പോ. നമുക്ക് നേരെ Q&Aയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേട്ടന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി. അത് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ വെച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താണ് പറ, നിനക്ക് എന്താണ് എന്റെ ക്വാളിറ്റി പറയാനുള്ളത്? ക്വാളിറ്റി എന്ന് പറയുമ്പം ചില നേരത്ത് ഭയങ്കര സപ്പോർട്ടീവാണ്, ചില നേരത്ത് ഭയങ്കര സപ്പോർട്ടീവ്. നീ മഴവില് പറഞ്ഞ നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല ഇതാണ് മറ്റേതാണ്. അങ്ങനല്ല, അങ്ങനെ സപ്പോർട്ടീവ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടിരിക്കും. ഞാൻ എന്ത് ചില പല സംസാരിക്കുന്ന കൂട്ടത്തിൽ അത് ഇങ്ങനെ കേട്ടേ ഇരിക്കും. നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ കാണത്തില്ല, പക്ഷെ കേട്ടിരിക്കും. അത് ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചിയുടെ ക്വാളിറ്റി മഴവില് വെച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെന്നാ പറഞ്ഞത്. പക്ഷെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. എന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ വലിയൊരു ക്വാളിറ്റി. ഞാൻ മീൻസ് അങ്ങനല്ല, ഇപ്പൊ കുറെ വൃത്തിയിട്ട സ്വഭാവമുള്ള ഒരുത്തനായിരുന്നു ഞാൻ. മാനേജ് ചെയ്ത് പോവാന്ന് പറഞ്ഞാലും അല്ലേ, എന്നെ മാനേജ് കൊണ്ടുപോകാൻ അവൾക്ക് ഒത്തിരി എഫേർട്ട് എടുത്തു. അതൊരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഗൈസ് വേറെ എവിടെ കിട്ടി സ്നേഹം? അതൊരു ക്വാളിറ്റി അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിൽ ചേച്ചിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? ഹസ്ബൻഡിൽ അതിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. എല്ലാരും കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു ക്വസ്റ്റ്യൻ പിന്നെ തീർന്നിട്ട് ഞങ്ങൾക്ക് രണ്ടര കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞതുപോലെ തന്നെയാണ്. രാവിലെ തൊട്ട് രാത്രി വരെ അതിന്റെ വീട്ടിലായിരിക്കും. മിക്കവാറും ഞാൻ അതിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഇപ്പം എന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിലാണ്. ടുഗദർ ഒരു സാധനം ഇവിടെ. അപ്പൊ നമ്മുടെ ഫാമിലീസ് ഒക്കെ മിക്കവാറും അവന്റെ വീട്ടിലോട്ട് പോകും. ഞാൻ മിക്കവാറും രാവിലെ അങ്ങനെ ഒന്നും പുറത്തൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല. പോകുന്ന ചില ചെങ്ങന്നൂരൊക്കെ വരെയല്ലേ പോവുള്ളൂ. അല്ലെങ്കിൽ മഴവില് പോകുന്ന സമയത്താണ് ഇച്ചിരി ദിവസം മാറി നിൽക്കുന്നത്. അല്ലാതെ മിക്കവാറും എല്ലാ ദിവസവും അവന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ നിൽക്കും. രാത്രി അച്ചാച്ചൻ കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് വീട്ടിൽ കൊണ്ടുവരും. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ വരുന്നത് ഞാൻ അങ്ങനെ ഒത്തിരി കുറച്ച് തവണ ഞാൻ വന്നിട്ടുള്ളൂ. എനിക്ക് ട്രാവല് പ്രശ്നമായതുകൊണ്ട് അവളാണ് കൂടുതൽ എന്റെ അടുക്കിലോട്ട് വരാറുള്ളൂ. ഞാൻ കുറവാണെങ്കിൽ വഴിയുടെ ഒക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ഇവിടെ. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവളാണ് കൂടുതലും. നമുക്ക് ഒത്തിരി ദൂരമില്ല വീട്, നമ്മുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്നോ ചിലപ്പോ അച്ഛൻ കൊണ്ടുപോയിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പോകും അല്ലേ. ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ത്? അപ്പൊ ഹസ്ബൻഡ് അല്ല, അത് ഫസ്റ്റ് സാധനം. ഹസ്ബൻഡ് അല്ല എന്ന് പറയാൻ പറ്റത്തില്ല, ഭർത്താവിനെ പോലെ തന്നെയാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം
ഫീച്ചേഴ്സ് ആണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തോ സംഭവം ഉദ്ദേശിച്ചത്? ഫീച്ചേഴ്സ് നമുക്ക് എടുക്കാം. സ്വഭാവം മറ്റേ ക്വാളിറ്റിയിൽ പോയിട്ടുണ്ടല്ലോ. ഫീച്ചേഴ്സിനകത്ത് എനിക്ക് കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷെ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. മുടിയും ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ചേട്ടൻ നല്ല ചോദിച്ചത്. അപ്പൊ ഞാനും പറയണോ? ചേച്ചിയുടെ ആണെങ്കിൽ എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ കണ്ണുകൾ നല്ലതാണ്, ചുണ്ടുകൾ നല്ലതാണ്, മുടി നല്ലതാണ്, നല്ലതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ മാരീഡ് ആണോ? അല്ല. അത് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞു. പ്ലേസ് എവിടെയാണ്? നമ്മള് ചെങ്ങന്നൂര് പാണ്ടനാട് എന്ന് പറയും. പാണ്ടനാട്. അവള് പാണ്ടനാട് മുറിയായിക്കര, ഞാൻ തിരുവനന്തപുരം എരമല്ലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത്. അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത. കുറച്ച് 2 കിലോമീറ്റർ അല്ലേ? അത്രയൊക്കെ ഉള്ളു. ആലപ്പുഴ കേട്ടോ. ചെങ്ങന്നൂർ ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണ്. വാട്ട് ഈസ് യുവർ ജോബ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല. ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ജോലിക്കൊന്നും ചെയ്യുന്നില്ല. അത് ഞാനല്ലേ പറയണ്ടേ? നീ പറ. ഞാന് അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ട് ഞങ്ങളുടെ ഇവിടെ തിരുവല്ലയില് പുഷ്പഗിരി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജ് നിൽക്കുമായിരുന്നു. അവിടെ വെച്ച് ആണ് അവിടെ കയറിയിട്ട് 11 മാസം ആയപ്പോഴാണ് ഈ ആക്സിഡൻ്റ് ഒക്കെ പറ്റുന്നത്. അങ്ങനെ പിന്നെ അത് പറ്റത്തില്ല, അത് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പം അങ്ങനെയാണ് എൻ്റെ ജോബ് അതായിരുന്നു. കറൻ്റ്ലി ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ഇരിപ്പ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇനി എന്താ ചെയ്യണ്ടേ എന്താണെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് രണ്ടുപേർക്കും ഒരു സ്റ്റാർട്ടപ്പ് എന്തെങ്കിലും തുടങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് അധികം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അത് ഇപ്പം ഇച്ചിരി 2 ഫാമിലിയും നല്ല പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. പിന്നെ ഓൾറെഡി എൻ്റെ ട്രീറ്റ്മെന്റിനൊക്കെ ഭയങ്കര ഒരു കോസ്റ്റ് ആവുന്നതുകൊണ്ട് പിന്നെ അത് നടക്കത്തില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് തട്ടിക്കൂട്ടി എടുക്കണം. പിന്നെ ഞാൻ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നുണ്ടായിരുന്നു. മഴവില്ലിൽ ഇപ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ പ്രോഗ്രാമിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വർക്ക് ഫ്രം ഹോം ബാങ്കിലെ ക്രെഡിറ്റ് കാർഡിന്റെ സെക്ഷൻ, നമുക്ക് ഈ കസ്റ്റമർ കെയർ ഒക്കെ ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഭയങ്കര ഞാൻ പുറത്തെനിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് അവൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല. അത് അതുകൊണ്ടാണ് വർക്ക് ഫ്രം ഹോം ആയിട്ട് തിരഞ്ഞെടുത്തത്. അതാണ് നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം എന്നുള്ളൊരു രീതിയിൽ പ്ലാൻ ചെയ്ത കാര്യം. അതാകുമ്പം രണ്ടുപേരും കൂടെ അല്ലേ പോയി മാറി നിൽക്കേണ്ടതായിട്ട് വരത്തില്ല. ആ ഒരു രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം വർക്ക് ഫ്രം ഹോമും ചെയ്യുന്നില്ല, കുറച്ച് 2-3 മാസമായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഏജ് ഡിഫറൻസ്. 1 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. 1 വയസ്സിന്റെ ഡിഫറൻസേ ഉള്ളൂ. കണ്ടാ പ്രായം തോന്നുമെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി പ്രായമൊന്നുമില്ല. എന്നെ ഇപ്പം അമ്മൂമ്മമാര് വരെ ചേച്ചി എന്നാ വിളിക്കുന്നത്, അവനെ ചേട്ടാന്ന്. എന്നെ മോനെ എന്നാ വിളിക്കുന്നത് എല്ലാരും, പക്ഷെ എന്നെ ചേച്ചി എന്നാ വിളിക്കുന്നത്. When did you two plans to marry? നമുക്കിപ്പൊ കല്യാണം കഴിക്കാൻ നമ്മൾ റെഡി ആണ്. പക്ഷെ ഫിനാൻഷ്യലി ഞാൻ പറഞ്ഞത് കുറച്ച് നമുക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ല, ഞങ്ങൾക്ക് ഭയങ്കര എല്ലാവരെയും അറിയിച്ച് നന്നായിട്ടൊക്കെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ ഉടനെ കാണും, അറിയിക്കും. ഉടനെ കാണും. വിത്തിൻ 1 hour അല്ല 1 ഇയറിനുള്ളിൽ കാണുമായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിൽ പല പല ട്വിസ്റ്റ് നടന്നിട്ടുള്ളത് കൊണ്ട് ഇതിലും ജീവിതം ഫുള്ള് ട്വിസ്റ്റ്, അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ ലൈഫൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് Q&A കണ്ടിന്യൂ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ നമ്മള് സെഡാക്കി കളയും. ഇത് ഭയങ്കര ഇച്ചിരി ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? നോ കമന്റ്സ്. ഡിസ്ക്രൈബ് അബൌട്ട് ലവ്. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാസാഗരമാണ്. അതിൽ തുഴഞ്ഞു നടക്കുന്ന 2 പ്രാണികളാണ് ഞങ്ങൾ.
ലവ് ഒരു പ്രണയം നല്ലതാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ പ്രേമം ഭയങ്കരാന്ന് ഞങ്ങൾ പറയത്തില്ല അല്ലേ. ഞങ്ങൾ നന്നായിട്ട് വഴക്കിടും, നന്നായിട്ട് നമ്മുടെ ലൈഫിലും പ്രശ്നമുണ്ട്. എന്റെ മോൻ കാണത്തില്ല പറഞ്ഞോ. അല്ല, എല്ലാ ലവിലുള്ളതുപോലെയും എല്ലാ ലവേഴ്സിന് ഇടയ്ക്ക് നടക്കുന്ന പോലെ ഞങ്ങളുടെ ലൈഫിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ കുറെ സഫർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി 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 പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാരണം അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പറ്റത്തില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ വേണം. ഭയങ്കര ഡിപ്പെൻഡന്റാ രണ്ടുപേരും. എനിക്ക് അവനില്ലാണ്ട് മറ്റേ ഒരുമാതിരി അഡിക്ഷനാ. നല്ലതാണെന്നതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരിക്കലും പറയില്ല, പക്ഷെ നല്ലതാണ്. ലാലേട്ടൻ ഓർ മമ്മൂക്ക? അവൻ ലാലേട്ടനാ. ഞാൻ ലാലേട്ടൻ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ലാലേട്ടന്റെ കുറെ പടം. എനിക്ക് മമ്മൂക്കനെയും മോഹൻലാലിനെയും ലാലേട്ടനെയും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേരും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്തുവാ, വാട്ട് ഈസ് യുവർ ബാങ്ക് ബാലൻസ്? അത് കാണിക്കാതിരിക്കുകയും പറയാതിരിക്കുകയും ചെയ്യുന്നതായിരിക്കും പറ്റും. എനിക്ക് തോന്നുന്നു 30 രൂപയാന്ന് തോന്നുന്നു. അതിന്റെ അകത്തൊന്ന് ഒരുത്തിന് ഇപ്പൊ എനിക്ക് 10 രൂപ ഗൂഗിൾ പേ, അതുപോലും ഇല്ല. 20 രൂപ അതുപോലും ഇല്ലെന്ന് തോന്നുന്നു. ആർക്കറിയാം ഗൈസ്. അവളുടെ ഫോണിൽ ആ ക്വസ്റ്റ്യൻസ് കിടക്കുന്ന, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. ലക്ഷങ്ങളല്ല, കോടികൾ. പിന്നെ എന്തായിരുന്നു, വാട്ട് ഡു യു ലവ് ടു ഈറ്റ്? നമുക്ക് അങ്ങനൊന്നും ഇല്ല. ഞാൻ അല്ലല്ല, അത് പറയാനുണ്ട് കേട്ടോ. ഞാൻ എല്ലാം തിന്നും. ഇവൻ ഒന്നും തിന്നത്തില്ല. അതായത് ഇവൻ എല്ലാം തിന്നും, പക്ഷെ ചിക്കൻ മാത്രമേ തിന്നത്തുള്ളൂ, ബീഫ് ഒന്നും തിന്നത്തില്ല. എനിക്ക് റെഡ് മീറ്റ് അലർജി ഉണ്ട്. ആയതുകൊണ്ട് ഞാൻ റെഡ് മീറ്റ് പോട്ടെ, കക്കറച്ചി തിന്നത്തില്ല, മീൻ മത്തി മാത്രമേ തിന്നുള്ളൂ, വേറൊന്നും. ഞാൻ ഒരുവിധം എല്ലാ മീനും തിന്നും. കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ തിന്നാത്തത്. എനിക്ക് അങ്ങനെയുള്ള നല്ല പ്രശ്നം. നമുക്ക് അവൻ തിന്നാത്തൊക്കെ ഞാനും തിന്നും, ഞാൻ തിന്നാത്തൊക്കെ അവനും തിന്നും. അതുകൊണ്ട് അതെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ചിക്കൻ തിന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മള് ചിക്കനാ മേടിക്കുന്നെങ്കിൽ ചിക്കന്റെ മാംസം അവൻ തിന്നും, എല്ല് ഞാൻ തിന്നും. അതെ, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റേ കേര ചൂര മീനിന്റെ കറുത്ത വെളുത്ത ഭാഗം ഉണ്ടല്ലോ, അതിനകത്ത് വെളുത്ത ഭാഗം അവൻ തിന്നുവാണെങ്കിൽ കറുത്ത ഭാഗം ഞാൻ തിന്നും. അതാണ് എനിക്കിഷ്ടം. അല്ല, അതുകൊണ്ട് നല്ലതാണ്, ലാഭമാണ്. പക്ഷെ അതുകൊണ്ട് വേസ്റ്റ് ആയി പോത്തിട്ടൊന്നും. ഫസ്റ്റ് മീറ്റ് ലവ് സ്റ്റാർട്ട് ആയി. ഫസ്റ്റ് മീറ്റ് ലവ് സ്റ്റാർട്ട് ആയിട്ടുള്ള ഫസ്റ്റ് മീറ്റ് നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ മീറ്റിൽ കൂടെ അല്ലായിരുന്നു ലവ്. നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെ സംഭവം ഇല്ല. ഞങ്ങള് 8, 9, 10 സ്കൂളിലായിരുന്നു. അതൊക്കെ ഓൾറെഡി ഞാൻ ഇതിനു മുന്നേ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഫേവറേറ്റ് ഡ്രീം നമ്മുടെ ഏറ്റവും സ്വപ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മൊത്തം, അല്ലേ? എന്റെ ഏറ്റവും വലിയ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വീട്ടുകാര് സമ്മതിച്ച് നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റണമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുണ്ട്. എനിക്ക് ഇതൊരു ഡ്രീമാണ്. ഇത് എല്ലാ ലവേഴ്സിനും ഉള്ള ഒരു ഡ്രീമാണല്ലേ. യൂഷ്വലി എല്ലാ ലവേഴ്സിനും ഉള്ള ഒരു ഡ്രീമാണ്. എനിക്ക് ഫൈനാൻഷ്യലി ഭയങ്കരമായിട്ട് സെറ്റിൽഡ് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ ആക്ച്വലി ഇപ്പോൾ അവൾ എന്തെങ്കിലും ഒരു ആഗ്രഹം പറയുവാണെങ്കിൽ എനിക്കത് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു ഇതില്ല എനിക്കിപ്പോൾ. അപ്പോൾ എനിക്ക് ആ ഒരു ലെവലെങ്കിലും അങ്ങനെ ആ ഒരു ഇതാവണമെന്ന് എനിക്കുണ്ട്. അതാണ് എൻ്റെ ഒരു ഡ്രീം. ഇത് എത്ര ഉള്ളൂ. എനിക്കിപ്പോൾ ഇനിയും ഇങ്ങനെ ഇരുന്ന് പോയാലും എനിക്ക് എങ്ങനെയെങ്കിലും അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. എൻ്റെ ഡ്രീമാണിപ്പോൾ, എൻ്റെ ഡ്രീമിലൂടെയാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എനിക്കിവൻ എൻ്റെ കൂട്ടത്തിൽ എപ്പോഴും കാണണം എന്നേ ഉള്ളൂ. എൻ്റെ പ്രത്യേകിച്ച് അത് മാത്രമാണ് എൻ്റെ സ്വപ്നം. ഫസ്റ്റ് മീറ്റ് അത് പറഞ്ഞല്ലോ. അടുത്ത സ്റ്റാൻഡപ്പ്, ഈ കഴിഞ്ഞ ആഴ്ച ഒരു സ്റ്റാൻഡപ്പ് കഴിഞ്ഞായിരുന്നു. അടുത്ത ഷെഡ്യൂളിന് പോകാൻ പറ്റത്തില്ല. ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം കാണും അല്ലേ? കഴിഞ്ഞ വീക്ക് ഒരു സ്റ്റാൻഡപ്പ് ഉണ്ടായിരുന്നു.
ചേട്ടനെ സ്നേഹം കൂടുമ്പോൾ എന്താണ് വിളിക്കുന്നത്? വിളിച്ചോ? അത് ചിലതൊന്നും പുറത്ത് വിളിക്കാനോ പറയാനോ പറ്റത്തില്ല. സ്നേഹം കൂടുമ്പോൾ മര്യാദക്ക് വിളിക്കുന്നത് കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. ഞാനും അങ്ങോട്ട് അത് തന്നെ. സ്നേഹം കൂടുമ്പോഴും നല്ല കോമൺലി നമ്മൾ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. രണ്ടുപേരും കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. അങ്ങനല്ല, ഫസ്റ്റ് തന്നെ അമ്മന്നോ എന്തുവാകുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്ലീപ്പിംഗ് ചലഞ്ച് ചെയ്യേണ്ട സമയം ഉറക്കം വന്നിട്ട് എന്തോ പറഞ്ഞത് എനിക്ക് തന്നെ ബോധമില്ല. അപ്പൊ എന്തായിരുന്നു, ഫസ്റ്റ് തന്നെ വാവേന്നായിരുന്നു കേട്ടോ വിളിക്കുന്നത്. ഞാൻ ഏട്ടാന്നായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ മാറ്റി. പിന്നെ അപ്പൂന്നായിരുന്നു വിളിക്കുന്നത്. അതും മടുത്ത്. അല്ല, അപ്പവും കുഞ്ഞ ഇത് രണ്ടുമാണ് ഞാൻ അവളെ വിളിക്കാറുള്ളത്. ഞാൻ കുഞ്ഞാന്ന് മാത്രമാണ് വിളിക്കുന്നത്. പിന്നെ എല്ലാരും ഉള്ള സമയത്ത് എനിക്ക് കുഞ്ഞാന്നുള്ളത് അങ്ങനെ പെട്ടെന്ന് വരൂല. അത് സംഭവം തന്നെ പണ്ടത്തെ സിനിമയ്ക്ക് നോക്കൂ ആ സാധനമില്ല, അതിന്റെ വേറൊരു വേർഷനാണ് എന്റെ ഇത്. പക്ഷെ സ്നേഹം കൊണ്ടാട്ടോ. എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്ന ഇതുപോലെ ഭർത്താവിനെ കയറി അവൻ ഇവൻ അത് ഇതെന്നൊക്കെയാണ് വിളിക്കുന്നത്. സ്നേഹം നമ്മൾ അങ്ങനെയുള്ളതൊന്നുമില്ല. സ്നേഹം കൂടുമ്പോൾ കുറയുമ്പോൾ അങ്ങനൊന്നുമില്ല. എപ്പോഴും നമ്മുടെ വായിൽ എന്താ വരുന്നത് അതാ വിളിക്കുന്നത് അല്ലേ? അതെ, പലതും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട്സ് വൺ തിങ് യു ഹാവ് ഡൂയിങ് ദാറ്റ് ഇൻസ്റ്റന്റ്ലി മേക്സ് യു ഹാപ്പി? എനിക്ക് ഇത് അടുത്തുള്ള സമയം നമുക്ക് കുറച്ച് നല്ല മൊമെന്റ്സ് ഉണ്ട്. പണ്ടെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ട്രാവലൊക്കെ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച്. പക്ഷെ മിക്കവാറും വീട്ടില് പ്രശ്നം ഉണ്ടാകാറുള്ളൊരു ഇഷ്യൂ അത് തന്നെയായിരുന്നു. കാര്യം അല്ലേ എന്ന് വെച്ചാ അവള് ചെന്നൈയിൽ പഠിക്കുമ്പോ ഞാനാണ് എപ്പോഴും പോയി ബൈക്കിൽ പോയി വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ എന്തായാലും പൊക്കും. അതെ, പൊക്കലെന്നും ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര സ്റ്റോറിയാ ഗൈസ്. പൊക്കല് തന്നെ എടുത്ത കൊറേ വണ്ടി പോക്കായിരുന്നു കൂടുതൽ. ബസ്സില് പോകും. പക്ഷെ രസമായിരുന്നു. അപ്പം അതായിരുന്നു നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്നത്. ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഞാൻ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഇപ്പൊ കിട്ടാറുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സത്യം പറയുവാണെങ്കിൽ ഞങ്ങള് ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഉള്ള സന്തോഷം അല്ലാതെ പ്രത്യേകിച്ച് സന്തോഷം ഒന്നും എടുത്തു പറയാനില്ല. നമുക്ക് അതന്നെയാണ് ഇപ്പൊ ഏറ്റവും വലിയ സന്തോഷം. കാര്യം അവരിപ്പം പക്ഷെ അങ്ങനല്ല, എനിക്ക് പേഴ്സണൽ ആയിട്ടിരിക്കുന്നത് കുറച്ചുകൂടി ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് സമയത്ത് ഇപ്പൊ കുറച്ച് കുറവാണ് കിട്ടുന്നത് നമുക്ക് ഇപ്പൊ. പക്ഷെ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. ഇത് നമ്മളൊരു സമയത്ത് നന്നായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ. സന്തോഷം തന്നു, പക്ഷെ വേറൊരു രീതിയിലാണേലും സന്തോഷം. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയില് വിശദീകരിച്ച് പറയാം ഗൈസ്. നിങ്ങൾ റിലേഷൻഷിപ്പിലായ ടൈമിൽ ബ്രേക്കപ്പ് ആയിട്ടുണ്ടോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇഷ്ടം പോലെ കാണാം നമ്മുടെ റിലേഷൻ തന്നെ ബ്രേക്കപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു 4, 5, 6, 7, 8 ബ്രേക്കപ്പ് ഒക്കെ വരെ തന്നെ വിളിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മറന്നു പോകും. നമ്മള് 100 കുറെ തവണ ആയിട്ടുണ്ട് ഗൈസ്. കൂടുതൽ ഇങ്ങോട്ടാ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്, കൂടുതൽ ഇങ്ങോട്ടാ. ഞാൻ അങ്ങനെ. പക്ഷെ ഞാൻ മറന്നു മണ്ടബുദ്ധി. രാവിലെ രാത്രി കിടന്നിട്ട് പറയും, രാവിലെ എണീക്കാൻ മറന്നു വിടും. കുഞ്ഞാ എന്തുണ്ട് വിശേഷം, സുഖാണോ എന്നൊക്കെ ചോദിക്കും. നമ്മുടെ ബ്രേക്കപ്പ് നല്ല നല്ല ബ്രേക്കപ്സ് ഉണ്ടായിട്ടുണ്ട്. ബ്രേക്കപ്സ് ഒക്കെ വരും. ഫേവറേറ്റ് ഹോബി? എനിക്ക് സംസാരം, എനിക്ക് ഉറക്കം. അതെന്താ നീ അങ്ങനെ പറയാൻ? അതെന്താ നീ മറന്നുപോയോ? നിനക്ക് ഉറക്കം? എനിക്ക് ഗെയിം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എഡിറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ്. എഡിറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്. ഫോട്ടോ എടുക്കാന്, പാട്ട് പാടാന്. പാട്ട് പാടുന്ന ഒരു ഹോബിയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ രാത്രി കിടക്കുന്നതൊക്കെ പാട്ട് കേട്ടോണ്ടാണ്. നേരെ ഓപ്പോസിറ്റ് ഞാൻ. എനിക്ക് പാട്ട് കേട്ടോണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. പണ്ട് ഇതുപോലെ നമ്മളിങ്ങനെ ഫസ്റ്റ് സമയത്തൊക്കെ ഫോണിൽ വിളിച്ചിട്ട് രാത്രി പാട്ട് പാടിത്തരും.
പാട്ട് പാടിത്തരും. എനിക്ക് ഈ പാട്ട് കേട്ട ഉറക്കം വരത്തില്ല. ഞാൻ ആ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ എന്നിട്ട് കിടന്നുറങ്ങും. അപ്പോഴും ഗായ്സ് ആലോചിക്കണം, ഞാൻ അവിടെ ഇരുന്ന് തൊണ്ട കയറി പാടുന്നു, ഇവളോടെ ഫോൺ മാറ്റി വെച്ചേക്കുന്നു. ഉറങ്ങണമെന്നുള്ളല്ലോ, ഉറങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. അന്ന് എന്റെ ഇടയ്ക്ക് അവക്ക് പാട്ട് കേട്ട് ഉറങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ എന്തോ അപ്പൊ വിഷമാകത്തില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് പക്ഷെ ഞാൻ തന്നെ ഇത് പറഞ്ഞു, അല്ലെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അറിയത്തില്ല. അപ്പോഴും എന്റെ വിചാരം എന്തോ പാവം എന്റെ കുഞ്ഞ് എന്റെ പാട്ട് കേട്ട് ഉറങ്ങിപ്പോയി. അത് എനിക്ക് അങ്ങനെ പാട്ടായിട്ട് ഉറക്കം വരത്തില്ല, അതുകൊണ്ടാണ് സംഭവം. ഇത് കേട്ട് ഞങ്ങളുടെ പുറകിലിരുന്ന് വേറൊരുത്തിന് ഉറങ്ങുന്നു. അതെ, എന്റെ ബ്രദർ ബാക്കിൽ ഇരിപ്പുണ്ട്. വീട്ടുകാരെ എല്ലാരും കാണിക്കാൻ പറഞ്ഞു, നമ്മൾ എല്ലാരും കാണിക്കും കേട്ടോ, ഒരു ദിവസം കാണിക്കും. നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാ? നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഇങ്ങനെയാ ഇവരക്കേടാ, നമ്മളിങ്ങനെ തന്നെ ഫുള്ള് എല്ലാരും. അതെ, വീട്ടുകാരെ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ. അടിയാണ് കൂടുതൽ സമയല്ലേ നമ്മള് ഏറ്റവും കൂടുതൽ നമ്മള് സ്നേഹം കാണിക്കുന്ന കൂടുതൽ അടിയിൽ കൂടാ അല്ല അടിയിൽ കൂടാ. ഇതിപ്പോ നിങ്ങൾ ആരുടെ വീട്ടിലാ ഉള്ളെ? ഇപ്പം എന്റെ വീട്ടിലാണ്, മിക്കവാറും അവന്റെ വീട്ടിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് എനിക്ക് മഴവിൽ മനോരമയിൽ യദുകൃഷ്ണ എന്റെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്ന, സ്റ്റേജിൽ കയറിയെന്ന് ഞാൻ പറയത്തില്ല, കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവന്റെ പെർഫോമൻസ് ലൈവിൽ കാണണം എന്നുള്ളത്. അവൻ മാത്രം, എന്റെ വീട്ടുകാർ പോലും കാണുന്നില്ല. കാര്യം എന്റെ അച്ഛനും അമ്മയൊന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ടെൻഷൻ ആകും. അതിനകത്ത് ടെൻഷൻ ആയിട്ടുണ്ടത് അല്ലാണ്ട് കാണുന്നവർക്ക് മനസ്സിലാകൂല, പക്ഷെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. അത് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ സ്റ്റേജിൽ കയറ്റി, അത് എൻ്റെ ലൈഫിലല്ലേ, എൻ്റെ ലൈഫില് എൻ്റെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. എൻ്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയാം. സത്യം പറഞ്ഞാൽ ലൈഫ് ഫുള്ള് ചേഞ്ച് ചെയ്തൊരു ഇൻസിഡന്റ് അതല്ലേ. അതെ, കുറെ പേരുടെ സ്നേഹം. അതെ, ഇപ്പോ നമുക്ക് യൂട്യൂബില് അങ്ങനെ ഒത്തിരി പേര്. ഞാൻ ഈയിടെ എന്താ ഇതുപോലെ മഴവിൽ പോയ സമയത്ത് ബസ്സിലാ പോകുന്നത്. ബസ്സിൽ പോയപ്പോ ഒരു അമ്മൂമ്മ ഇങ്ങനെ എണ്ണീറ്റിട്ട് എന്നോട് മോളിരി, മക്കൾ അവിടെ ഇരിക്കും, എനിക്ക് അവിടെ റെസ്പെക്ട് തരണ്ട. ഞാൻ പറഞ്ഞു വേണ്ടമ്മ, അമ്മ അവിടെ ഇരുന്നോ, മക്കൾ അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. അങ്ങനെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അങ്ങനെ കുറെ പേരുടെ സ്നേഹം നമ്മള് മനസ്സിൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചത്. എനിക്ക് അത് തന്നെയാണ്. ആരും അറിയാണ്ട് അല്ലല്ല, നമ്മളെ സത്യം പറഞ്ഞ നമ്മുടെ നാട്ടുകാർക്കൊക്കെ അറിയാം, നമ്മുടെ റിലേഷനും കാര്യങ്ങളും പോകുന്നതും വരുന്നതും നമ്മുടെ ലൈഫൊക്കെ അറിയാം. ആ സമയത്തൊന്നും നമ്മളെ മൈൻഡ് പോലും ചെയ്യാത്തവര് സത്യമാണ്. കൊറേ പേര് അതൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല. യൂട്യൂബിന്റെ കമന്റ്സിലാണേലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ പേര് നമുക്ക് മെസ്സേജ്. എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ ആർക്കും അങ്ങനെ മെസ്സേജ് അയക്കാതെ ഇരിക്കത്തുമില്ല. എന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു കാര്യം, അത് കുറെ പേര് നമ്മളത് തിരിച്ച് റിപ്ലൈ കൊടുക്കാത്തവരാണെങ്കിൽ നമുക്ക് അതുപോലെ മെസ്സേജസ് വരുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് നമ്മൾ പറ്റുന്നിടത്തൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അല്ലേ. അതെ, ഞാൻ എല്ലാം കൊടുക്കും ഗൈസ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മിക്കവാറും അതിന്റെ ഒരു കാര്യം പറയാം, ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം നമ്മുടെ രണ്ടുപേരും കയ്യിലുണ്ട്. അപ്പം ചിലപ്പം ഇതിന്റെ മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാനായിരിക്കും കാണുന്നത്, റിപ്ലൈ കൊടുക്കും. അതുപോലെ അവന്റെ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റേതും പകുതി അവനായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനൊക്കെ ഒന്നുമില്ല, നമ്മളെ കോമൺലി രണ്ടുപേരും കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി മെസ്സേജ് ഇട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്. പ്രോയ്ക്ക് കിട്ടിയപ്പോഴേ അരപ്പിരി ലൂസ് ആയിരുന്നു. നിന്നെയാണോ? വേറെ ആരെങ്കിലും കിട്ടിയോ? ആയിരുന്നു, അരയല്ല, മുഴുപ്പിരിയായിരുന്നു. ഡു യു മിസ് OT? ടു മച്ച്. എനിക്ക് എന്നാ ഞാനൊരു കാര്യം പറയാം, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു ആ ഒരു ഫീൽഡിൽ. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്ക് എങ്ങനെയും ലൈഫിൽ രക്ഷപ്പെടണം എന്ന് വെച്ചോണ്ട് ഞാൻ എന്നെ കാണത്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ലൈഫിൽ എങ്ങനെയും രക്ഷപ്പെടണം എന്ന് വെച്ചോണ്ട്
കോഴ്സിൽ പോയത്. പക്ഷേ എനിക്ക് OT ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. പകുതി ദിവസവും പോത്തുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മിസ് ചെയ്യുന്നൊരു ഉള്ള സമയം ലാസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം നല്ലൊരു ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അത് മാത്രമല്ല, എന്നെ 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 ഇഷ്ടമല്ലാത്ത ആരുമില്ല ഗൈസ് ആ OTയില്. എനിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യം, എനിക്കും ഭയങ്കര കാര്യം. എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റാ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്ററുമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പോത്തില്ലായിരുന്നു കേട്ടോ ഗൈസ്. ഇവൻ കള്ളനാ, അവൻ പോത്തില്ലായിരുന്നു. പകുതി ദിവസവും എന്റെ കൂട്ടത്തേക്ക് പുറത്ത് കറങ്ങുമായിരുന്നു, അവിടെ പോവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഓരോ കള്ളത്തരം പറയായിരുന്നു. അതോടെ ഇനിയിപ്പോ പറയാമല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അവക്കും അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നീ കരയാൻ പോണോ? അല്ല. ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ പറഞ്ഞു. ഫ്യൂച്ചർ പ്ലാൻസ് ഇതുവരെ നമുക്ക് എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തൊന്നും ഒറ്റ പ്ലാനേ ഉള്ളൂ. മറ്റേത് സ്റ്റാർട്ടപ്പ് തുടങ്ങണം, എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ്. നമുക്കിപ്പോ ഇതുവരെ ഐഡിയ പോലും ഒന്നും കിട്ടിയിട്ടില്ല. നല്ല സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഞങ്ങൾ ഇതുവരെ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. അത് ഗൈസ് നിങ്ങൾ ഇത് കാണുമ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. രണ്ടുപേരും ക്യാരക്ടർ പറയാൻ. ക്യാരക്ടർ എന്റെ എനിക്കറിയത്തില്ല. അതിന്റെ ഞാൻ പറയാം. ഇല്ല, അവളുടെ ക്യാരക്ടർ ആണെങ്കിൽ ഇപ്പോ എന്നെ ബേസ് ചെയ്ത് എന്തൊരു നെഗറ്റീവ് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് ഇഷ്ടമല്ല. അത് ഉടനെ എന്നെ റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ അങ്ങനെയാണ് അവള്. എന്നെന്നല്ല, അവൾക്ക് ഇഷ്ടമുള്ള അവളുടെ വീട്ടിലുള്ള ആരാണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവായിട്ടായാലും പറയുക, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഇതാണെങ്കിൽ അവളെ റെസ്പോണ്ട് ചെയ്യുന്നത് സക്രുവൽ ഇച്ചിരി ഭീകരിയാവും. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര സെൻസിറ്റീവാ, ഭയങ്കര കരച്ചില്. ഇപ്പഴാണ് എനിക്ക് തോന്നുന്നു കരയാതെ കുറച്ചൊക്കെ കൂടെ ബോൾഡായിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഭയങ്കര ബോൾഡാണ്. എങ്ങനെയാ എനിക്കൊരു പിടുത്തമില്ല. എന്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവള് ഭയങ്കര ബോൾഡായി ഗൈസ്. അത് സത്യം പറഞ്ഞാൽ എനിക്കും ഭയങ്കര ഒരു ഇത്. ഇത്രയും ബോൾഡ് വേണ്ട, നല്ല സെൻസിറ്റീവ് ആയിട്ടിരുന്നു വെച്ചാൽ. എന്റെ ക്യാരക്ടറിന് അതിന്റെ ക്യാരക്ടർ പറയാണെന്നുണ്ടെങ്കിൽ, അതല്ല കുഞ്ഞിന്റെ ക്യാരക്ടർ പറയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ ക്യാരക്ടർ പറയണമെന്നുണ്ടെങ്കിൽ അത്ര വലിയ കൊള്ളത്തില്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ചധികം. അതൊരു അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ അതാ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പൊസസീവ് ആരാണ് കൂടുതൽ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. പൊസസീവ് കണ്ടുപിടിച്ചതേ എന്റെ ഏട്ടായിരുന്നു. അത് രണ്ടുപേരും ഇപ്പഴല്ല, ഒരു സമയം കഴിഞ്ഞപ്പോ തൊട്ട് അത് എനിക്കുമായി. പിന്നെ അത് നല്ല പ്രശ്നം. എനിക്ക് എല്ലാരും പറയാതൊന്നും കൊള്ളത്തില്ല, പൊസസീവ് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഒരു സാധനം എനിക്കിപ്പോ ഇല്ല കേട്ടോ. എന്താ എനിക്കില്ല, എനിക്കെന്തോ ഉണ്ട്, സംഭവം ഉണ്ട്. ഭയങ്കര പ്രശ്നമാണ്. പണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതെന്താന്നറിയോ? അല്ല, അത് ഉണ്ട്, സംഭവം നല്ലതാണ്. എനിക്കിപ്പോ അത് അവൻ അങ്ങനെ മനസ്സിലുണ്ട്. പുറത്തോട്ട് റിയാക്ട് ചിലപ്പോഴേ ചെയ്യത്തുള്ളൂ, ചിലപ്പോൾ റിയാക്ട് ചെയ്യത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സംശയം, ഇതിനിങ്ങനല്ലല്ലോ, എന്താ റിയാക്ട് ചെയ്യുക? അപ്പൊ എനിക്ക് അത് ചെയ്യാത്തതാണ് എന്റെ ഇപ്പോഴത്തെ പ്രശ്നം. അതെന്താന്ന് പറഞ്ഞ കാര്യം, നമ്മളത് അങ്ങനെ ശീലിച്ചു പോയതാണ്. ഞാൻ പൊസസീവ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയല്ല. ഞങ്ങളുടെ ഇടയിലുള്ള പൊസസീവ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടം കൊണ്ടാണ്, സ്നേഹം കൊണ്ടാ. അപ്പോ എനിക്കൊരു വാക്ക് കിട്ടി. ആ വാക്കുള്ളതുകൊണ്ട് ഞാനിപ്പോ പൊസസീവ് എനിക്ക് വെളി കാണിക്കാത്ത. അതിനു മുന്നേ അതിനറിയാമോ ഞാൻ ഇട്ടിട്ട് പോകത്തില്ല? അതിനു മുന്നേ അവൾ ഇട്ടിട്ട് പോകത്തില്ല, ഓക്കെ. പക്ഷെ അവളുടെ അച്ഛൻ്റെ കൂടെ എനിക്കൊരു വാക്ക് കിട്ടിയോ പിന്നെ എനിക്ക് പിന്നെ നോക്കാനൊന്നുമില്ല. പിന്നെ ഏത് സ്കൂളിലാണ് പഠിച്ചത്? നമ്മൾ 10ാം ക്ലാസ് വരെ SVHSലും +1 +2 തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഉള്ള പഠിത്തം രണ്ട് കോളേജിലാണ്. ഏണിങ്സ് എങ്ങനെയാണ്? ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പ്രത്യേകിച്ചൊന്നും അച്ഛനും അമ്മയും തന്ന ജോലിക്ക് പോകുന്നത് കൊണ്ട് നമ്മൾ രണ്ടുപേരും ജീവിക്കുന്നു. പിന്നെ ഞാൻ കല്യാണം പറഞ്ഞു കഴിഞ്ഞിട്ട് ചെയ്യുന്നുള്ള സമയത്ത് എന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അവളെ തൊഴിലുറപ്പിനൊക്കെ വിടണം. അങ്ങനെ ഫ്യൂച്ചർ പ്ലാൻസ്. തൊഴിലുറപ്പിന് പോകും പിന്നെ എന്താ പിന്നെ ഞാൻ അതിനെ കൊണ്ടേ പോകും. ഞാൻ എവിടെ പോയാലും എന്നെ കൊണ്ടേ പോകും. അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് പിണങ്ങിയാൽ ആദ്യം സോറി പറയുക? ഞാനാണ് ഗൈസ്. അതെ, ഞാനല്ല, അവള് തെറ്റിങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനാണ് ഗൈസ് സോറി പറഞ്ഞത്. എന്നുവെച്ചാ ഞാൻ അങ്ങനെ തെറ്റെന്തോ കുഞ്ഞ ചെയ്യുന്നത്? നീ എന്തിലും ഞാൻ അപ്പൊ ചെയ്താലേ ഞാൻ അപ്പൊ തന്നെ എന്നുള്ളത് പൊന്നെ അങ്ങനെ പറ്റിയടാവോ. സോറി എന്ന് പറയത്തില്ല. ഇല്ല ഗൈസ്, ഇവള് സോറി ഒന്നും പറയാറില്ല. അവളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായാലും ഞാൻ തന്നെ സോറി പറയണം. ഞാനാണ് എപ്പോഴും സോറി പറയാറുള്ളത്. ഞാനാ. നോ മോർ ക്വസ്റ്റ്യൻസ്, അല്ല നോ മോർ എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ്. ചേച്ചിയുടെ നോർമൽ സ്കിൻ ആണോ? എന്തായിരുന്നു മേക്കപ്പ് എന്തിനാ എത്ര ഇടുന്നത്? അപ്പൊ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്, ഇനി പറയരുത്. ഒന്നും ഇട്ടിട്ടില്ല. ഇങ്ങനെയാണ് റിയലാ. നമ്മളിപ്പൊ കിടന്ന് ഉറങ്ങും ഇത് കഴിയുമ്പോഴത്തേന്. മേക്കപ്പ് ഒന്നും അങ്ങനെ ഇടാറില്ല. സൺസ്ക്രീൻ സൺസ്ക്രീൻ പൊത്തും. സൺസ്ക്രീൻ മാത്രമല്ലേ യൂസ് ചെയ്യത്തുള്ളൂ നീ? ലിപ്സ്റ്റിക് ഇടും. ലിപ്സ്റ്റിക് ഐലൈനർ വരയ്ക്കുമ്പോഴേ ഏകദേശം മേക്കപ്പിന്റെ ഒരു സാധനം വരുന്നത് കൊണ്ട് അങ്ങനെ തോന്നും. ഇങ്ങനെ തന്നെയാണ്. സൺസ്ക്രീൻ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പം നമ്മുടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് കുറച്ചൊക്കെ തീർന്നു ഗൈസ്. അപ്പം നമ്മുടെ ചാർജ് തീർന്നു പോയിട്ട് ഫോൺ ഓഫ് ആയി പോയായിരുന്നു. ഫോൺ ഓഫ് ആയി പോയി ഗൈസ്. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടുന്ന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇപ്പൊ 10% ചാർജേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി നാളെ കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ടാറ്റാ.